എനിക്ക് പറഞ്ഞു തരാനുള്ളത് മെർക്കൻറ്റലിസ്റ്റിനെ പറ്റിയിട്ടാണ്. മെർക്കൻറ്റലിസ്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു, അതിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ സീറോ സം ഗെയിം എന്നാണ് അല്ലേ. ഒരാളുടെ ലൂസ് നമ്മളുടെ ഗെയിൻ ആവുന്ന സമയത്ത് നമുക്ക് ഒരു പ്ലസ് മൈനസ് റിലേഷനാണ്. പ്ലസ്സും മൈനസും വന്നാൽ ന്യൂട്രൽ ആവും അല്ലേ. അപ്പോൾ അവിടെ സീറോ ആണ് സം ഗെയിം. ഓക്കെ, അതുകൊണ്ടാണ് അതിനങ്ങനെ പേര് വന്നത്. ഓൾസോ ദ വേർഡ് മെർക്കൻറ്റൈൽ മീൻസ് ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ അഫയേഴ്സ് എന്നാണ്. എനിക്ക് ഈ ഭാഗത്ത് ഈ ഒരു ബോക്സിൽ ഈ 4th പോയിന്റിലാണ് എനിക്കൊരു ക്ലാരിറ്റി തരാനുള്ളത്. അതിൽ കണ്ടോ, മോഡേൺ തിയറി പറയുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ട്രേഡ് ഈസ് ഓൺലി എ സ്പെഷ്യൽ കേസ് ഓഫ് ഇൻ്റർ റീജിയണൽ ട്രേഡ് എന്ന്. അപ്പം ഈ ഇൻ്റർ റീജിയണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻഡോവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അവർക്ക് മണിയിലായാലും അതുപോലെ തന്നെ മെഷീൻസിലായാലും അവരാണ് അത്രയും എൻഡോവ്ഡ് ആയിട്ടുള്ളത്. അപ്പം അവരെ നമ്മൾ പറയുക ക്യാപിറ്റലുള്ള റീജിയൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ റീജിയനിലത്തെ ആൾക്കാർ എന്താ ചെയ്യേണ്ടത്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് എക്സ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കാരണം എന്താണ്, അവിടെ ക്യാപിറ്റൽ കുറേ കിട്ടുകയെന്നുണ്ടെങ്കിൽ, അതായത് മെഷീൻസ് കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കോസ്റ്റ് കുറയും. എന്ത് സാധനം കുറേ കിട്ടാനുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കുറവല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ കൂടുതലുള്ള രാജ്യമാണല്ലേ. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടെക്നിക്സാണ് ഇവിടെ ഉപയോഗിക്കുക. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടത്തിയിട്ട് നമ്മൾ വേറൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ലേബർ ഇൻറ്റൻസീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചീപ്പായിട്ടുള്ള ലേബറിനെ ഇന്ത്യയിൽ കിട്ടില്ലേ. കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ചീപ്പായിട്ട് അത് അവൈലബിൾ ആകും. പക്ഷേ സ്കേഴ്സ് ആണെന്നുണ്ടെങ്കിലാണല്ലേ ഡിമാൻഡ് വരിക. അപ്പോഴാണ് ആൾക്കാരെ പണിയെടുക്കാൻ കുറവാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും കുറവാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ചീപ്പായിട്ട് എല്ലാവരും അവൈലബിൾ, കുറേ പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കോസ്റ്റിനൊക്കെ എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ പറ്റും ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ് അങ്ങനത്തെ റീജിയനിലത്തെ. അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞത് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള റീജിയനാണ്. അമേരിക്ക എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള റീജിയനാണ്. അപ്പോൾ ഇൻ്റർ റീജിയണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർ മീൻസ് ബിറ്റ്വീനിൽ. അപ്പോൾ ഈ രണ്ട് റീജിയൻസ് തമ്മിലുള്ള ട്രേഡാണെന്നാണ് ഈ ഹെക്സ്റ്റർ ഓഹ്ലിൻ തിയറി പറയുന്നത്. ഹെക്സ്റ്ററും ഓഹ്ലിനും പറഞ്ഞത് രണ്ട് എക്കണോമിസ്റ്റുകളാണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഹെക്സ്റ്റർ ഓഹ്ലിൻ തിയറി എന്ന് പറയുന്നത്. ഇതിനെ തന്നെ മോഡേൺ തിയറി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫാക്ടർ എൻഡോവ്മെൻറ്റ് തിയറി എന്നും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിലെനിക്ക് പറഞ്ഞു തരാനുള്ളത് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റില്ലേ, ഡസ് നോട്ട് പ്രൊവൈഡ് ദ കോസ് ഓഫ് ഡിഫറൻസ് ഇൻ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ അതും ശരിയാണല്ലേ. അതായത് എന്തുകൊണ്ട് ആണ് നമ്മൾ പറഞ്ഞു, രണ്ട് രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ കൺട്രി എയിൽ റൈസ് 3 പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷേ കൺട്രി ബിയിൽ റൈസ് 10 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു ഡിഫറൻസ് വരുന്നത്? 1 ഹവറിൽ ഇത്ര പ്രൊഡ്യൂസ് ചെയ്യാനേ പറ്റുന്നുള്ളൂ, 3 പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ട്? കോസ് ഒന്നും നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് പറയുന്നില്ലല്ലോ. ഓക്കെ, അപ്പം അത് ശരിയാണ്, ഡസ് നോട്ട് പ്രൊവൈഡ് ദ കോസ് ഓഫ് ഡിഫറൻസ് ഇൻ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. പക്ഷേ നേരെ മറിച്ച് ഈ ഒരു ഓഹ്ലിൻ തിയറി ആണെങ്കിൽ, മോഡേൺ തിയറി ആണെങ്കിൽ എക്സ്പ്ലെയിൻസ് ദ ഡിഫറൻസ് ഇൻ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ടേംസ് ഓഫ് ഡിഫറൻസ് ഇൻ ഫാക്ടർ എൻഡോവ്മെൻറ്റ്സ്. അത് കറക്റ്റാണല്ലേ. കമ്പയർ ചെയ്തിട്ട്, അതായത് ലേബർ ഇൻറ്റൻസീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലേബറിൻ്റെ വെച്ചിട്ടുള്ള പ്രൊഡക്ഷൻ നടത്തണം. അപ്പോൾ നമുക്ക് കോസ്റ്റ് കുറവിൽ അത് ചെയ്യാൻ പറ്റും. കാരണം കുറേ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള രാജ്യമാണെന്നുണ്ടെങ്കിൽ കുറേ ലേബറിനെ കിട്ടും എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ ചീപ്പായിട്ട് ലേബറിനെ ഹയർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എപ്പോഴും ഒരു പ്രൊഡക്ഷൻ്റെ കാര്യം പറഞ്ഞാൽ മിനിമം കോസ്റ്റ് മാക്സിമം യൂട്ടിലൈസേഷനാണ്. അപ്പോൾ മിനിമം കോസ്റ്റിൽ കാര്യം നടക്കും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം അങ്ങനത്തെ രാജ്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കോഴ്സും കമ്പയർ ചെയ്തിട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ നോർമേറ്റീവ് ആണ് ഈ തിയറി ഓഫ് കമ്പാരിറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നോർമേറ്റീവ് ആയതെന്ന് അറിയുമോ? അപ്പം നമ്മൾ പറഞ്ഞു, ആഡം സ്മിത്ത് അവസാനം പറഞ്ഞു വെച്ചത് എന്താണ്, അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജ് ഇല്ല, ഒരു കൺട്രിക്ക് അഡ്വാൻറ്റേജ് ഇല്ല എന്നുണ്ടെങ്കിൽ 2 കൺട്രി എടുക്കുമ്പോൾ അതിൽ 2 കൺട്രിക്കും അഡ്വാൻറ്റേജ് വേണം. അഥവാ 2 കൺട്രിക്ക് അഡ്വാൻറ്റേജ് ഇല്ല, ഒരു കൺട്രിക്ക് അഡ്വാൻറ്റേജ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ട്രേഡ് ചെയ്യരുത്, ആ കൺട്രിയുമായി ട്രേഡ് ചെയ്യരുതെന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു രാജ്യം ട്രേഡ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ വെൽത്ത് കൂടില്ല, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടില്ല, അവർക്ക് ഉണ്ടാവുന്നൊരു മറ്റ് കൺട്രീസുമായിട്ട് ഉണ്ടാവുന്നൊരു റിലേഷനൊക്കെ അവിടെ പോവുകയാണല്ലേ. സഹായവും കുറയും, മറ്റ് കൺട്രീസ് ഇവരെ സഹായിക്കുന്നതും കുറയും.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ റിക്കാർഡോ പറഞ്ഞത് ഇനിയിപ്പോൾ ഒരു രാജ്യത്തിന് ഇങ്ങനത്തെ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കൂടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള തിയറി ഞാൻ കൊണ്ടുവന്നുകൊണ്ട് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, അവർക്ക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് പ്രകാരം ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലെങ്കിലും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് പ്രകാരം ഏതൊരു കൺട്രിക്കും ഈവൻ അഡ്വാൻറ്റേജ് ഇല്ലാത്ത കൺട്രിക്ക് പോലും ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിൽ ട്രേഡ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെ എന്തിനാണ്, ആൾക്കാരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണല്ലോ. ഇപ്പോൾ ഒരു കൺട്രിയിൽ വെൽത്ത് കൂടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ വെൽത്ത് കൂടി എന്നാണല്ലേ അർത്ഥം. അപ്പോൾ ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടും, അവരുടെ വെൽഫെയർ കൂടും, അവരുടെ പുരോഗതി കൂടും, അവിടെ ഗ്രോത്ത് വരും. പുരോഗതി കൂടാൻ വേണ്ടിയിട്ട് എന്ത് ആശയം പറഞ്ഞാലും അത് നോർമേറ്റീവ് ആണല്ലേ. വെൽഫെയറിന് വേണ്ടി എന്ത് പറഞ്ഞാലും അത് നോർമേറ്റീവാണ്. അതുപോലെ ഈ ഓഹ്ലിൻ തിയറി എന്ന് പറയുന്നത് പോസിറ്റീവാണ്. കോൺസെൻട്രേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡ്, അതായത് ട്രേഡിൻ്റെ ബേസിസ് മാത്രമാണ് പറഞ്ഞതല്ലേ. കാരണം എന്താണ്, ലേബർ ഇൻറ്റൻസീവ് ആണെങ്കിൽ നിങ്ങൾ ലേബറിൻ്റെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തണം, ക്യാപിറ്റലാണെങ്കിൽ അങ്ങനെ നടത്തണം എന്നുള്ള ബേസിക് ആയിട്ട് വാട്ട് ഈസ് എന്നുള്ള രീതിയിൽ ആ ഒരു എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നത് അല്ലേ. പോസിറ്റീവായിട്ടുള്ള ഒരു എക്കണോമിക്സ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പുതിയ തിയറി ഉണ്ട്, ന്യൂ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറി. അത് പ്രകാരമാണ് ഇപ്പോഴത്തെ ട്രേഡ് സിസ്റ്റങ്ങളൊക്കെ പോണത്. കാരണം ഇപ്പോഴത്തെ ആൾക്കാർ എന്താ ശരിക്കും നോക്കുന്നത്, ഒരാൾ കയ്യിൽ ഐഫോൺ ഉണ്ടെങ്കിൽ മറ്റാൾക്കും ഐഫോൺ വേണമല്ലേ. അപ്പോൾ ബ്രാൻഡിങ്ങിൻ്റെ പുറത്താണ് എല്ലാവരും നോക്കുന്നത് അല്ലേ. അപ്പം നല്ല നൈക്കയുടെ ഷൂ ഉണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ബ്രാൻഡിനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. കോസ്മെറ്റിക്സ് ആണെങ്കിൽ ഇബ കോസ്മെറ്റിക്സ്, അതുപോലെ ആപ്സ് ഗുഡ്നെസ് നല്ലതാണ്, അങ്ങനെ പല ബ്രാൻഡുകൾക്കാണ് ഇമ്പോർട്ടൻസ് എല്ലാവരും കൊടുക്കുന്നത്, ആ ഒരു ഫെയിമിനും ഹൈപ്പിനും ഒക്കെ. ഇപ്പോൾ അഡിഡാസിൻ്റെ ഷൂ, അതുപോലെ എലൻ സോളിയുടെ ഷർട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ബീഹൈവിൻ്റെ കേക്ക്, ഹണി കേക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബ്രാൻഡുമേലാണ് അവിടെ ആൾക്കാർ നോക്കേണ്ടത്. സോ അങ്ങനത്തെ അതായത് ഒരാൾ ഉപയോഗിക്കുമ്പോൾ അത് നല്ലതെന്ന് കൊള്ളാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റാൾ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ബാൻഡ് വാഗൺ എഫക്റ്റിൽ അങ്ങനെ പോകുന്നത്. അത് ഗുഡ്സിൻ്റെ കാര്യം മാത്രമല്ല, ആപ്പിൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആമസോൺ ആപ്പ് ഒരാൾ ഉപയോഗിച്ചാൽ മറ്റാൾ ഉപയോഗിക്കുന്നു, ഫ്ലിപ്പ് ഒരാൾ ഉപയോഗിച്ചാൽ മറ്റാൾ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ വാട്സപ്പ് ഒരാൾ ഉപയോഗിച്ചാൽ മറ്റുള്ളവർ അത് കണ്ട് ഉപയോഗിക്കുന്നു, അതുപോലെ IMO ഉപയോഗിച്ചാൽ അങ്ങനെ, അതുപോലെ ഇൻസ്റ്റ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ, ഇൻസ്റ്റയൊക്കെ ഇങ്ങനെ എല്ലാവരും ഉപയോഗിച്ച് പോകുന്നു. അപ്പോൾ അതൊക്കെ ഒരു ബാൻഡ് വാഗൺ എഫക്റ്റ് ആണല്ലോ. ഈ ആപ്പുകളും യൂട്യൂബൊക്കെ വന്നതിൻ്റെ കാരണം എന്താ, ഇൻ്റർനാഷണൽ ട്രേഡാണ് ഇത് ആക്ച്വലി. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ പ്രസൻറ്റ് മൂവ്മെൻ്റ് ന്യൂ ഇൻ്റർനാഷണൽ തിയറി ഇത് തന്നെയാണ് പറയുന്നത്. കണ്ടോ, അതിനെയാണ് നെറ്റ്വർക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ വേ വൺ പേഴ്സൺസ് വാല്യൂ ഫോർ എ ഗുഡ് ഓർ സർവീസ് ഇസ് എഫക്റ്റഡ് ബൈ ദ വാല്യൂ ഓഫ് ദാറ്റ് ഗുഡ് ഓർ സർവീസ് ടു അതേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എഫക്റ്റിൻ്റെ പേര് പറയുന്നുണ്ട്, ദ വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ഇസ് എൻഹാൻസ്ഡ് ആസ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് യൂസിങ് ഇറ്റ് ഇൻക്രീസസ്. ഓക്കെ, അപ്പം എല്ലാവരും അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരാൾ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ. അപ്പം ദിസ് ഈസ് ഓൾസോ റെഫർ ടു ആസ് ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് ചോദിച്ചിരുന്നു, മെയിൻ എക്സാമിന്. ദ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ഇസ് എൻഹാൻസ്ഡ് ആസ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് യൂസിങ് ഇറ്റ് ഇൻക്രീസസ്. വാട്ട് എഫക്റ്റ് ഇസ് ദിസ്? ബാൻഡ് വാഗൺ ഇഫക്റ്റാണ്. എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങിയത് കൊണ്ടാണ് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്, അതിൻ്റെ മൂല്യം ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഐഫോണൊക്കെ ആയാലും അങ്ങനെ തന്നെ. സോ ദാറ്റ് ഈസ് ബാൻഡ് വാഗൺ എഫക്റ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എക്കണോമീസ് ഓഫ് സ്കെയിലാണ്. അപ്പോൾ എന്താണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ? അതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നല്ലോണം ലാർജർ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കുറേ ബൾക്കി പ്രൊഡക്ഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയുമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ബൾക്കി പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഡൊമസ്റ്റിക്കലി നമുക്ക് ഓർഡർ വേണം, പുറത്തെ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ഓർഡർ വേണമല്ലേ. വേൾഡിൽ നിന്നും നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാർജ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അങ്ങനെ എത്രത്തോളം പ്രൊഡക്ഷൻ കൂട്ടുന്നു അത്രത്തോളം കോസ്റ്റ് കുറയും എന്നുള്ളതാണ്. അപ്പോൾ കോസ്റ്റ് എത്രത്തോളം കുറഞ്ഞു അതിനനുസരിച്ച് കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലാർജർ പ്രൊഡക്ഷൻ, ബൾക്കി പ്രൊഡക്ഷനാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എക്സ്പോർട്ടും ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്ത് രാജ്യത്തേക്ക് സെയിൽ ചെയ്യാൻ. അപ്പം ഇൻറ്റേർണൽ സെയിലും എക്സ്റ്റേർണൽ സെയിലും വേണം. അപ്പോൾ അങ്ങനെ ഓർഡർ നമ്മൾ പിടിക്കുമ്പോഴാണ് നമുക്ക് ലാർജർ പ്രൊഡക്ഷന് പോസിബിൾ ആവുള്ളൂ. സോ ദാറ്റ്സ് വൈ ഈ പറഞ്ഞ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഇപ്പോഴത്തെ ന്യൂ തിയറി പറയുന്നത്. ഓക്കെ, അപ്പം ഇതിലിവർ പറഞ്ഞു വരുന്നത് ന്യൂ ട്രേഡ് തിയറിയാണ് ഇപ്പോൾ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള തിയറി. ബാക്കിയുള്ള തിയറീസൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്.
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഹെക്സ്റ്റർ ഓഹ്ലിൻ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ റിച്ച് ആയിട്ടുള്ള കൺട്രി ക്യാപിറ്റൽ തന്നെ ഉള്ള പ്രൊഡക്ഷൻ നടത്തിയിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതും, ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കൺട്രി ലേബറിൻ്റെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തിയിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അപ്പോൾ അവരെന്ത് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റലിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രാജ്യങ്ങളിൽ തമ്മിൽ ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ അവിടെ കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതേ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള രാജ്യമായിട്ടുള്ള സ്വീഡനിലേക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വീഡനും ഇതേപോലെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു കൺട്രിയാണ്. എന്നിട്ട് അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇവരുടേത് അമേരിക്കയ്ക്ക് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഈവൻ ദോ അമേരിക്ക ആസ് എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് റീജിയൻ ആണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ അതൊന്നും നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നോക്കണില്ല എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള മാരുതിയും ഈ ടൊയാട്ട എന്ന് പറഞ്ഞ കമ്പനി കാറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജപ്പാനിൽ നിന്നാണല്ലേ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ത്യത്തെ കാറുകളായിട്ടുള്ള മഹീന്ദ്ര, ടാറ്റ അതൊക്കെ വേറെ രാജ്യത്തേക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഹെക്സ്റ്റർ ഓഹ്ലിൻ്റെ പ്രസക്തിയൊക്കെ പോയി. ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ആണല്ലേ ഈ വേൾഡിലത്തെ തന്നെ ഏറ്റവും വലിയ IT ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തേതാണ് അല്ലേ. അതായത് രാജ്യത്തെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ IT കമ്പനി എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ IT കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിലെ ഏറ്റവും വലിയ IT കമ്പനി ഏതാണ്, TCS ആണ് അല്ലേ, ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ്. അപ്പം ഈ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ കേരളത്തിലൊരു SBIയുടെ ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് SBIയുടെ ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും നമ്മളെ അക്കൗണ്ട് കറക്റ്റായിട്ട് കാണിക്കും, നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്താണ്, ഇത്രയും വികസിച്ച ഒരു TCS ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഇത്രയും നമ്മുടെ രാജ്യത്ത് ഇത്രയും നല്ല IT കമ്പനി ആണുള്ളത്. അപ്പം അതേ കമ്പനി അതുപോലത്തെ കമ്പനീസൊക്കെ അമേരിക്കയിലുണ്ട്. എന്നിട്ട് അമേരിക്കയും നമ്മളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ടും ഇമ്പോർട്ടൊക്കെ സർവീസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, ഹെക്സ്റ്റർ ഓഹ്ലിൻ തിയറിക്ക് തീരെ പ്രസക്തി ഈ കാലത്തില്ല എന്നാണല്ലേ അർത്ഥം. അപ്പം അതുപോലെ തന്നെ ITൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെക്കൻഡ് ഇൻഫോസിസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ IT കമ്പനി ആയിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഒരു നോബൽ പ്രൈസ് വിന്നിങ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള 2008 നോബൽ പ്രൈസ് കിട്ടിയ ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്, പോൾ റഗ്മാൻ എന്നാണ്. റഗ്മാൻ എന്നാണ് വായിക്കാൻ എനിക്കിഷ്ടം, ക്രുഗ്മാൻ എന്നും നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2008 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ട് പിന്നെ ഇപ്പോൾ ലേറ്റ് 1970s ഈ പുതിയൊരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഓട്ടോമൊബൈലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ പറഞ്ഞ സർവീസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കുറേ കാര്യങ്ങളിലും ഈ ഹെക്സ്റ്റർ ഓഹ്ലിൻ തിയറി അല്ല ഇപ്പോഴത്തെ ന്യൂജൻ വേൾഡ് ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെ പണ്ടത്തെ ഈ തിയറീസ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഒന്നും ഇപ്പോൾ ആരും നോക്കണില്ല. സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇനി ഇതിൻ്റെ Q&A സെഷനായിട്ട് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടാറ്റ.